ആണ് സത്യം. അവരുടെ ഓർമ്മകൾ, അവർക്കുണ്ടായ അനുഭവം. KPSC എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. KPSC നാടകം, KPSC ലളിത എന്ന് പറഞ്ഞാൽ ആ ഒരു അഭിനേത്രി. ഈ സമയത്ത് ആ ഒരു അഭിനേത്രി ഓർക്കാനും ഒരു എന്താ പറയുക, ഒരു എന്താ പറയുക, മനസ്സിലൊരു ഇത് കൊടുക്കാനും നമുക്ക് ഒരു വലിയൊരു നമസ്കാരം, വലിയൊരു ബിഗ് ഹാൻഡ്സ് ഹാറ്റ്സ് ഓഫ് എന്ന് തന്നെ പറയാം. അത് കൊടുക്കാനൊക്കെ നമ്മളിപ്പോൾ ഇത് പറയേണ്ട കാര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ, കാരണം നാടകം നമ്മുടെ കേരളത്തിൽ ഈ KPSC പോലെയുള്ള നാടക രചയിതാക്കളും അങ്ങനെയുള്ള ഒരു കലാസമിതികൾ ഉണ്ടായിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു എന്നുള്ള തെളിവുകളാണ് അവരൊക്കെ. ഇപ്പം അവർ മരിച്ചു പോയെങ്കിലും അവരുടെ ഓർമ്മകളും അത് കൊണ്ടുപോകുന്ന കുറച്ച് 100-ൽ 1-2% നാടകത്തിനെ സ്നേഹിക്കുന്ന, നാടകം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങൾക്കും അറിയായിരിക്കും. ഇപ്പോൾ യൂട്യൂബിലോ ഗൂഗിളിൽ അടിച്ചിട്ട് കിട്ടാത്തൊരു സംഭവമില്ല. അടിച്ചാൽ മതി, അപ്പം തന്നെ നമുക്ക് ആ KPSC നാടകം അവർ അരങ്ങേറിയ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ പറയുന്നത് നമ്മൾ അഭിജ്ഞാന ശാകുന്തളത്തെ പറ്റിയാണ്. ദെൻ മേക്കപ്പ് മാൻ വേണം, ആർട്ടിസ്റ്റ് അല്ലെ, മേക്കപ്പ് ആർട്ടിസ്റ്റാണ് ഇതിൽ ഇമ്പോർട്ടൻറ്റ്. ഡ്രാമയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. അതായത് ഒരാളെ വേറൊരാളാക്കി തീർക്കാൻ, കഥാപാത്രമാക്കി മാറ്റാൻ മേക്കപ്പ് ആർട്ടിസ്റ്റിന് ഭയങ്കരമായിട്ട് കഴിവാണ്. അദ്ദേഹത്തിൻ്റെ ആ കഴിവ് നമ്മൾ ബിഗ് ഹാൻഡ്സ് കൊടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ചില നാടകങ്ങളിലൊക്കെ ചില കഥാപാത്രങ്ങൾ എന്തായിട്ട് ഹംസം, ഇത് അഭിജ്ഞാന ശാകുന്തളത്തെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ക്ലാസ് നമ്മൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അഭിജ്ഞാന ശാകുന്തളം എന്ന നാടകത്തെ പറ്റിയാണ്. ആ നാടകത്തിലുള്ള സംഭവങ്ങളാണ് നമ്മളൊരു എസ്സേയിലേക്ക് വേണ്ട പോയിന്റ്സ് ആണ് നമ്മൾ കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊരു നാടകം, ഒരു ലിറ്ററി കോമ്പോസിഷൻ ആണെന്ന് പറഞ്ഞു. അതിൽ നമ്മൾ ഡയലോഗ്സ് വേണം, ജസ്റ്റേഴ്സ് മൂവ്മെൻറ്റ് വേണമെന്ന് പറഞ്ഞു, ഫേഷ്യൽ എക്സ്പ്രഷൻ വേണമെന്ന് പറഞ്ഞു, ക്യാരക്ടേഴ്സ് വേണം, ഡാൻസേഴ്സ് വേണം, കോസ്റ്റ്യൂംസ് വേണം, ദെൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വേണം, സ്റ്റേജ് സെറ്റിങ്സ് വേണം, ഡയറക്ടേഴ്സ് വേണം, ആക്ടേഴ്സ് വേണം, ഓഡിയൻസ് വേണം, കോസ്റ്റ്യൂം ഡിസൈനർ വേണം. കോസ്റ്റ്യൂം അങ്ങ് ധരിച്ചാൽ പോരല്ലോ, അത് ഡിസൈൻ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ. കാരണം ഏത് നാടകം, ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അഭിജ്ഞാന ശാകുന്തളം നിങ്ങൾ വിട്ട് കളയരുത്. അത് ബേസ് ചെയ്താണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അഭിജ്ഞാന ശാകുന്തളം ഇൻ കേസ് ദുഷ്യന്തനായിട്ട് അഭിനയിക്കുന്ന ആളിന് കോസ്റ്റ്യൂം, അദ്ദേഹത്തിൻ്റെ കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്യാൻ അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ തന്നെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. ഒരു രാജാവിനെ നേരത്തെ പറഞ്ഞ പോലെ ജീൻസും ഷർട്ടും എന്തായാലും ധരിപ്പിക്കാൻ പറ്റില്ല. രാജാവിന് അതിൻ്റെതായ കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്യാനും അതിൻ്റെ ഒരു എന്താ പറയുക, അത് കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്യുന്ന ആളുകൾ തന്നെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് നമ്മൾ ബിഗ് ഹാൻഡ്സ് കൊടുക്കണം. അപ്പോൾ അവർ എത്രത്തോളം സാക്രിഫൈസ് ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്തിട്ടായിരിക്കും ആ കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്യുന്നത് നോക്കാം. അതൊരു വലിയൊരു ഘടകമാണെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ മേക്കപ്പ് ആർട്ടിസ്റ്റ് പറ്റിയാണ് പറയുന്നത്. മേക്കപ്പ് ആർട്ടിസ്റ്റും ഇതിൽ വലിയൊരു ഘടകം തന്നെയാണ്. കാരണം ഒരു അഭിജ്ഞാന ശാകുന്തളം എന്ന നാടകം എടുക്കുകയാണെങ്കിൽ അതിലേക്ക് നമ്മൾ കാളിദാസൻ എന്താണോ ഉദ്ദേശിച്ചത് അദ്ദേഹം എഴുതിയ അഭിജ്ഞാന ശാകുന്തളത്തിൽ അദ്ദേഹം കറക്റ്റ് ഓരോരോ ക്യാരക്ടേഴ്സിനെ പറ്റിയും അദ്ദേഹം പറയുന്നുണ്ട്. അത് ആ ക്യാരക്ടേഴ്സിനനുസരിച്ചുള്ള ഡിസൈനിങ്, അതായത് മേക്കപ്പ് ചെയ്ത് ഡിസൈൻ ചെയ്ത് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആ മുഖഭാവത്തിലൂടെ ആളെ ഒരുക്കി റെഡിയാക്കാന്നുള്ളത് വളരെ വലിയൊരു ഘടകം അല്ലെങ്കിൽ ഒരു സാക്രിഫൈസ് തന്നെയാണ്. കാരണം നമുക്കറിയാം ഈ പുരികമൊക്കെ സാധാ ഒരു പുരികം വരയ്ക്കുന്നതും രാജാവിൻ്റെ പുരികം നിങ്ങൾ ശ്രദ്ധിച്ചോ, വലിയ കട്ടിയായിരിക്കും. പിന്നെ പൊട്ടൊക്കെ തൊട്ട് അല്ലേ, അവരൊരു മേക്കപ്പ് വേറെ തന്നെയാണ് വരിക. വലിയ പൊട്ടൊക്കെ ഉണ്ടാവും, പൊട്ടൊക്കെ തൊട്ട് 3-4 പൊട്ടൊക്കെ ഉണ്ടാവും. പിന്നെ എന്തെങ്കിലും കുറേ ഇതുണ്ടാവും, എന്താ പറയുക, കുറേ ചങ്ങലകളും അതും പിന്നെ മുഖത്ത് അങ്ങനെ പ്രത്യേകതരം ഒരു മേക്കപ്പാണ് നമ്മളെ അഭിജ്ഞാന ശാകുന്തളം നാടകത്തിനൊക്കെ മുന്നോട്ട് അല്ലെങ്കിൽ അതൊക്കെ സ്റ്റേജിലെത്തിക്കണമെങ്കിൽ അതൊക്കെ ഭയങ്കരമായി മേക്കപ്പ് ആർട്ടിസ്റ്റുകളെ വളരെ സാക്രിഫൈസ് തന്നെ ഉണ്ടാവും. ദെൻ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ അഭിജ്ഞാന ശാകുന്തളം ഡ്രാമ ബേസ് ചെയ്തിട്ട് കാളിദാസൻ മുന്നോട്ട് വെച്ച ആ ഒരു കാര്യത്തിലൂടെ എങ്ങനെയാണ് നമുക്കിത് ഡെഫിനിഷൻ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു 10-18 പോയിന്റ്സ് നമ്മൾ കവർ ചെയ്തു. നെക്സ്റ്റ് ലിറ്ററി കോമ്പോസിഷൻ ആണ് നാടകം എന്ന് 1, ദെൻ ഡയലോഗ്സ് 2, ജസ്റ്റേഴ്സ് മൂവ്മെൻറ്റ് 3, ഫേഷ്യൽ എക്സ്പ്രഷൻ 4, ക്യാരക്ടേഴ്സ് 5, ഡാൻസേഴ്സ് 6, ദെൻ കോസ്റ്റ്യൂംസ് 7, ദെൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് 8, ദെൻ സ്റ്റേജ് സെറ്റിങ്സ് 9. നെക്സ്റ്റ് ഡ്രാമ പെർഫോമിങ് ഒരു ആർട്ടാണെന്ന് പറഞ്ഞു. നെക്സ്റ്റ് പ്ലേ റൈറ്റേഴ്സിനെ പറഞ്ഞു, ആക്ടേഴ്സ്, അങ്ങനെ 8, 9, 10 പറഞ്ഞു ഏകദേശം ഒരു 18 പോയിന്റ്സ് അടങ്ങിയതാണ് നമ്മുടെ ഈ ഒരു ഡ്രാമാസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, മൊത്തത്തിൽ
മൊത്തത്തിൽ നമ്മൾ എന്താ പറയുക, മൊത്തത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കും. ഇത്രയും കാര്യങ്ങൾ അടങ്ങിയതാണ് ഡ്രാമ. അപ്പോൾ ഡ്രാമയെ പറ്റിയിട്ടാണ് നമ്മൾ ഒരു യൂണിറ്റിൻ്റെ ഒരു പകുതി ഭാഗം ഇങ്ങോട്ട് തന്നെ എന്താണ് മൂന്നാമത്തെ യൂണിറ്റ് ലാസ്റ്റിലേക്കാണ് നമ്മൾ എത്തിയത്. അത് ഡ്രാമ എന്താണ്, അഭിജ്ഞാന ശാകുന്തളം വെച്ചിട്ടാണ് നമ്മൾ ഡ്രാമ അനലൈസ് ചെയ്യുന്നത് അല്ലേ, വിശകലനം ചെയ്ത് പോകുന്നത്. കാരണം നമ്മുടെ സിലബസ് വിട്ട് നമുക്കൊന്നും പറയാം, ഒന്നും പഠിച്ചിട്ട് കാര്യമില്ല, കുറേ കഥകൾ പറഞ്ഞിട്ടും കാര്യമില്ല. പക്ഷെ സിലബസിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, കഥകൾ അറിയണം, എന്താണ് ഇപ്പോഴത്തെ സ്റ്റാറ്റസ്. അങ്ങനെയല്ല നമ്മുടെ ഇപ്പോൾ KPSS ലളിതയെ പറ്റി നമ്മൾ പരാമർശിക്കേണ്ടി വന്നു. അങ്ങനെയുള്ള കുറച്ച് അപ്ഡേറ്റ്സ് കാര്യങ്ങളും, കാരണം നാടകം ഇപ്പം വല്ലാതെ ആർക്കും അങ്ങനെ കുട്ടികൾ ഓഡിയൻസ് ഒന്നും ഇപ്പം ഉണ്ടോയെന്ന് മിസ്സിന് അറിയില്ല, എങ്കിലും പൊതുവേ ഓഡിയൻസ് കുറവാണ്. പക്ഷേ ഇതിൽ പറയുന്നത് ഓഡിയൻസ് നിർബന്ധമായിട്ട് അത് വേണം, എന്നാലേ പെർഫോമൻസ് ചെയ്യാൻ പറ്റൂ. ദെൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് പറ്റി പറഞ്ഞു. ഓക്കെ, മേക്കപ്പ് ആർട്ടിസ്റ്റ് അങ്ങനെ കുറേ ഘടകങ്ങൾ കൂടി ചേർന്നതാണ് എന്ത് നമ്മുടെ നാടകം ഡ്രാമ. വാട്ട് ഈസ് ഡ്രാമ ആൻഡ് സ്പെഷ്യാലിറ്റി ഓഫ് ഡ്രാമ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡ്രാമ. എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും മിസ് ആ ക്വസ്റ്റ്യനൊക്കെ വേറെ തന്നെ എഴുതി, എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും അതിന് ആൻസർ എന്താണ്, മിസ് ഈ പറഞ്ഞ ഘടകങ്ങൾ മൊത്തത്തിൽ എഴുതിയാൽ നമുക്കൊരു എസ്സേ കംപ്ലീറ്റ് ആക്കാൻ പറ്റും, മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് അതിൽ തന്നെ വരുന്ന സ്പെഷ്യാലിറ്റി ഓഫ് ഡ്രാമയാണ് നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളത്. ഡ്രാമ ഒറിജിനേറ്റഡ് ഇൻ വേദിക് ഇറ. അപ്പോൾ ഈ വേദ കാലഘട്ടത്തിലാണ് ഡ്രാമ ഒറിജിൻ ചെയ്തതെന്നാണ് നമ്മൾക്ക് പറയാനുള്ളത്. ദെൻ പിന്നെ നാട്യശാസ്ത്ര ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ടെസ്റ്റ് ഇൻ എവല്യൂഷൻ ഇൻ ഡ്രാമ. ഓക്കെ, നാട്യശാസ്ത്ര നേരത്തെ പറഞ്ഞു നമ്മൾ ഭരതമുനിയുടെ നാട്യശാസ്ത്ര. ഈ നമ്മുടെ ഡ്രാമ ഒറിജിനേറ്റ് ചെയ്യാൻ പ്രധാനപ്പെട്ട കാരണം നാട്യശാസ്ത്ര തന്നെയാണ്. അത് എഴുതിയത് നമ്മുടെ ഭരതമുനിയാണ്. നാട്യശാസ്ത്രത്തിലാണ് നടനത്തിൻ്റെ ശാസ്ത്രമാണ് നാട്യശാസ്ത്രം. നടനം എന്ന് പറഞ്ഞാൽ അഭിനയം എന്ന് പറയാം അല്ലേ, നാട്യം അത് അഭിനയമാണ്. ഒരാൾ വേറൊരാളായി മാറുന്നതിനെയാണ് നമ്മൾ നാട്യം എന്ന് പറയുന്നത്. അതായത് നാട്യശാസ്ത്രം ഇതൊരു എന്താണ് ശാസ്ത്രവുമാണ് അല്ലേ, കുറേ സയൻറ്റിഫിക് കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ടാണ് എന്ത് ഒരാൾ, കാരണം അയാളെ ബോഡി ലാംഗ്വേജസ് ആയാലും ഫേഷ്യൽ എക്സ്പ്രഷൻ ആയാലും അദ്ദേഹത്തിൻ്റെ കോസ്റ്റ്യൂം ആയാലും അദ്ദേഹം വേറൊരാളായി മാറുക ചെയ്യുന്നത്. അത് നടൻ നമുക്കറിയാം നടനമായി മാറാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒറിജിൻ എന്താണ്, നമ്മുടെ ഭരതമുനി എന്ന് പറഞ്ഞ ഒരാളാണ് ഈ നാട്യശാസ്ത്രം എന്ന സംഭവം കൊണ്ടുവന്നതും അത് എഴുതിയത് അദ്ദേഹമാണ്. ആ നാട്യശാസ്ത്രത്തിൽ നിന്നാണ് നമ്മുടെ നാടകത്തിൻ്റെ ഒറിജിൻ വരുന്നത്. ഓക്കെ, ഇപ്പം നമുക്കറിയാം സ്വഭാവ നടനായി കഴിഞ്ഞ വർഷം 2025 സ്വഭാവ നടനായി നമ്മൾ മോഹൻലാലിനെ തിരഞ്ഞെടുത്തു. മികച്ച സ്വഭാവ നടൻ, മികച്ച സ്വഭാവ നടി, ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇപ്പം നമ്മൾ കേൾക്കുന്നത് ഭാഷ അങ്ങനെയാണ്. അതായത് നമ്മുടെ പുരസ്കാരം അല്ലേ, പല പുരസ്കാരങ്ങളും വാങ്ങുന്നു, മോഹൻലാലാണ് അങ്ങനെ. പക്ഷേ ഈ നടനം എന്നുള്ള വേർഡ് വന്നത് നമ്മൾ എന്താണ് ഇന്ത്യൻ ക്ലാസിക് റൈറ്റിങ്സിലൂടെയാണ്. ഈ ഒരു വേർഡ്സ് ഒക്കെ നമ്മളിപ്പോൾ ഒറിജിനേറ്റ് ചെയ്തത്. അത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് BA ഇംഗ്ലീഷിൽ ഇങ്ങനെ ഒരു സിലബസ് ഒരു പക്ഷേ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും അല്ലേ. അതായത് ഭരതമുനിയുടെ നാട്യശാസ്ത്രയെ പറ്റിയിട്ടാണ് നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത്. നാട്യശാസ്ത്ര ഒറിജിൻ ഫ്രം ഭരതമുനി. അദ്ദേഹം എന്താ അതിൽ പറഞ്ഞത്, അദ്ദേഹം ഇതിലാണ് നാട്യശാസ്ത്രം, അദ്ദേഹം രസങ്ങളെ കുറിച്ചും നടനത്തെക്കുറിച്ചും ഒരു ജസ്റ്റേഴ്സ് മൂവ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞതും ഒരു കഥാപാത്രം എങ്ങനെ ആയിരിക്കണം, എന്തായിരിക്കണം, അദ്ദേഹത്തിൻ്റെ ഡയലോഗ്സ്, അതിന് പിന്നിൽ പിന്നണി പ്രവർത്തകർ, ഈ കോറസ് എന്ന് പറയുന്ന സംഭവം അധിക നാടകങ്ങളിലും ഇൻക്ലൂഡഡ് ആയിരിക്കും. നമ്മൾ പറയുന്ന അഭിജ്ഞാന ശാകുന്തളത്തെ പറ്റിയിട്ടും ഇന്ത്യൻ ക്ലാസിക്കൽ റൈറ്റിങ്സിൽ ഉണ്ടായ കാര്യങ്ങളെ പറ്റിയിട്ടാണ്, അതിലുള്ള ഇമ്പോർട്ടൻസിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഭരതമുനിയെ പറ്റി പറഞ്ഞു, നാട്യശാസ്ത്രയെ പറ്റി പറഞ്ഞു. നാടകം പറയുമ്പോൾ എക്സാമ്പിൾ നമുക്ക് പറയാൻ അഭിജ്ഞാന ശാകുന്തളം ഉണ്ട് അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളിങ്ങനെ കവർ ചെയ്ത് വരുമ്പോൾ സ്പെഷ്യാലിറ്റി ഓഫ് ഡ്രാമ നമ്മൾ പറഞ്ഞു. ഡ്രാമ ഒറിജിനേറ്റഡ് ഇൻ വേദിക് ഇറയിലാണ് നാടകം ഒറിജിനേറ്റ്. വേദിക് ഇറ എന്ന വേദങ്ങളുടെ കാലഘട്ടം. നേരത്തെ പറഞ്ഞു പ്രധാനമായും 4 വേദാസ് ഇൻ അവർ ക്ലാസിക്കൽ റൈറ്റിംഗ്സ്. ഇന്ത്യൻ ക്ലാസിക്കൽ റൈറ്റിംഗ്സിൽ 4 വേദാസ് ആണ്. ദ ഫസ്റ്റ് ഈസ് ഋഗ്വേദ. ആദ്യം രചിക്കപ്പെട്ട വേദം ഏതാണ്, 1 മാർക്കിന് ചോദിക്കുന്നതാണ്. അതറിയാലോ, അത് മിസ് പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും എന്താണ് കാണാപ്പാടമാണ്, ചെറുപ്പത്തിൽ നമ്മൾ പഠിച്ചതാണ്. ഫസ്റ്റ് രചിക്കപ്പെട്ട വേദം ഏതാണ്, ഋഗ്വേദ. വിച്ച് ഈസ് ദ ഫസ്റ്റ് വേദ ഇൻ അവർ ഇന്ത്യൻ ക്ലാസിക്കൽ റൈറ്റിംഗ്സ് എന്ന് ചോദിച്ചാൽ നമ്മൾ അപ്പം തന്നെ ആൻസർ ചെയ്തു ഋഗ്വേദ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ്
സാമവേദ, യജുർവേദ ആൻഡ് അഥർവവേദ. അപ്പോൾ ഇത്രയും 4 വേദങ്ങളെ പറ്റി നമ്മൾ പറഞ്ഞുകൊണ്ട് ജസ്റ്റ് ഒരു നാടകമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ നാടകത്തിൻ്റെ സ്പെഷ്യാലിറ്റി എന്താ, അഭിജ്ഞാന ശാകുന്തളമാണ് നമ്മുടെ ഇന്ത്യൻ ക്ലാസിക്കൽ റൈറ്റിങ്സിൽ കാളിദാസനാണ് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സിലബസിൽ. അദ്ദേഹത്തിൻ്റെ നാടകത്തെയാണ് അദ്ദേഹം 7 വർക്ക്സ് ചെയ്തു നമ്മൾ പറഞ്ഞു. രഘുവംശം ആയാലും വിക്രമോർവശീയം തുടങ്ങിയ ലിറിക്കൽ പോയംസ് എഴുതി, അദ്ദേഹം ഒരു എപ്പിക്സ് എഴുതി, അദ്ദേഹം 3 പ്ലേസ് എഴുതി. ആ പ്ലേസിലെ ഇമ്പോർട്ടൻസ് ആണ് അഭിജ്ഞാന ശാകുന്തളം. അഭിജ്ഞാന ശാകുന്തളം വെച്ചിട്ടാണ് നമ്മുടെ സിലബസ് മുന്നോട്ട് പോകുന്നതും നമ്മൾ അത് അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ എസ്സേ ഉണ്ടാക്കുന്നതും ഡെഫിനിഷൻ ചെയ്യുന്നതും. നെക്സ്റ്റ് നമ്മൾ ഇപ്പം എത്തി നിൽക്കുന്നത് നാട്യശാസ്ത്രത്തിലാണ്. നടനം എങ്ങനെയാണ് വന്നത്, ഈ നടനമാണ് ഡ്രാമയിലേക്ക് വന്നതും, ഇതാണ് ഡ്രാമയായി മാറിയതും, നടികൾ ഉണ്ടായതും നടന്മാരുണ്ടായതും ഒക്കെ ഇങ്ങനെയാണെന്ന് നിങ്ങൾ ഒന്ന് അറിയണം എന്ന് കരുതിയിട്ട് തന്നെയാണല്ലോ ഇങ്ങനെ ഒരു ഇൻക്ലൂഡഡ് ആയത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ചെറിയൊരു എന്താ പറയുക നമ്മുടെ ഭാഗം BA ഇംഗ്ലീഷിലെ ഭാഗം ജസ്റ്റ് ഇവിടെ നിർത്താണ്. നമുക്ക് നോക്കാം, ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ.